നമസ്കാരം. 1/8/2024 രാഷ്ട്രത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു നിർണായക ദിവസമാകുകയാണ്. സാമൂഹ്യ ഘടനയിൽ കാതലായ മാറ്റത്തിന് ഉത്പ്രേരകമായ ഒരു സുപ്രധാന വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമ്പോൾ ജാതി സംവരണം ലഭിച്ചിരുന്ന ഒരു വലിയ വിഭാഗം സംവരണത്തിന് വെളിയിൽ പോകും. അങ്ങനെ അർഹതയില്ലാതെ സംവരണം ആസ്വദിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗമാണ് പുറത്താക്കപ്പെടുന്നത്. സുപ്രീം കോടതിയിലെ 7-അംഗ ഡിവിഷൻ ബെഞ്ചാണ് ഈ നിർണായക വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം 10 വർഷത്തേക്കാണ് നമ്മൾ റിസർവേഷൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടി 76 വർഷം പിന്നിടുമ്പോഴും ജാതി സംവരണം അതേപടി അല്ലെങ്കിൽ ഒരു പടി കൂടി കടന്ന് നിലനിൽക്കുകയാണ്. ജാതി സംവരണത്തിന്റെ ബെനിഫിറ്റ് ലഭിച്ച ജനറേഷൻ തന്നെ വീണ്ടും വീണ്ടും ജാതി സംവരണത്തിന്റെ ഗുണഫലങ്ങൾ ആസ്വദിക്കുകയും മറ്റുള്ളവർ പിന്തള്ളപ്പെടുകയും ചെയ്യുന്നതായി നമുക്കറിയാം. അത്തരക്കാരെ ഒഴിവാക്കി ഏറ്റവും ദുർബലർക്ക് മാത്രമായി റിസർവേഷൻ ചുരുക്കുകയും കാലക്രമത്തിൽ റിസർവേഷൻ തന്നെ ഇല്ലാതാക്കുകയുമാണ് ഈ വിധിയുടെ ലക്ഷ്യം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെയാണ് ഈ വിധിയിൽ പരാമർശിക്കുന്നത്. റിസർവേഷൻ ആനുകൂല്യങ്ങൾ കിട്ടി ഒരു തലമുറയിൽപ്പെട്ടവർ ഉയർച്ച നേടുമ്പോൾ ആ വിഭാഗത്തിലെ മറ്റുള്ളവർ അവശതയിൽ തന്നെ തുടരുകയാണ്. അതുവഴി ആ ജാതി വിഭാഗത്തിൽ തന്നെ 2 തട്ടുകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഉയർച്ച നേടിയ തലമുറയിൽപ്പെട്ടവരെ ക്രീം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ ക്രീം വിഭാഗത്തെ കോരി മാറ്റിയാലേ ആ ക്രീം വിഭാഗത്തിന് താഴെയുള്ളവരിലേക്ക് സംവരണ ആനുകൂല്യങ്ങൾ പകർന്ന് നൽകാനാകൂ. അല്ലെങ്കിൽ എക്കാലത്തും സംവരണ ആനുകൂല്യങ്ങൾ ആ ക്രീം വിഭാഗം തന്നെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കും. താഴെയുള്ളവർ ഇരുട്ടിലായിരിക്കും. പട്ടികജാതി പട്ടികവർഗക്കാരല്ലാത്ത മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ, അതായത് OBC വിഭാഗത്തിൽ ഈ തത്വം നേരത്തെ തന്നെ നടപ്പിലാക്കിയിരുന്നു. ക്രീമിലെയർ എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ക്രീം വിഭാഗത്തെ ഒഴിവാക്കി നോൺ ക്രീമിലെയർ വിഭാഗത്തിന് മാത്രമാണ് സംവരണം നൽകുന്നത്. ഇന്ദിരാ സാഹ്നി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് ഇതിന്റെ ഗൈഡ് ലൈൻസ് കാണാവുന്നത്. മണ്ഡൽ കമ്മീഷൻ കേസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. സമാനമായ സംവരണ തത്വമാണ് ഇനി മുതൽ SC/ST വിഭാഗത്തിലും കൊണ്ടുവരാൻ പോകുന്നത്. ഇത് പ്രകാരം ഒരു തലമുറയിൽപ്പെട്ടവർക്ക് സംവരണത്തിന്റെ ഗുണഫലങ്ങൾ ആസ്വദിക്കാൻ കഴിഞ്ഞതുവഴി അവർ ക്രീം വിഭാഗത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കും അവരുടെ വരും തലമുറയ്ക്കും റിസർവേഷൻ പരിപൂർണമായി നഷ്ടമാകും. സംവരണത്തിന്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് കൂടി നോക്കാം. അവസര തുല്യതയും സമത്വവുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കാതൽ. എന്നാൽ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗവും സമന്മാരല്ല. അവരുടെ ഇടയിൽ ഉയർച്ച താഴ്ചകളുണ്ട്. വൈവിധ്യമാണ് നമ്മുടെ രാഷ്ട്രത്തെ മനോഹരമാക്കുന്നത്. പല പല മതം, പല സംസ്കാരം, പല ചിന്ത, പല തൊഴിൽ, ഇങ്ങനെ ഓരോ വിഭാഗം ജനങ്ങളും പരസ്പരം വ്യത്യസ്തതകളോടെ ജീവിക്കുന്നു. ഈ വ്യത്യസ്തത കാരണം അവസര സമത്വം നൽകിയാലും എല്ലാവർക്കും ഒരുപോലെ മത്സരിക്കാനുള്ള പ്രാപ്തി ഉണ്ടാകണമെന്നില്ല. അതിനാലാണ് മത്സരപ്രാപ്തി കുറഞ്ഞവർക്ക് ഭരണതലങ്ങളിലേക്ക് എത്തുന്നതിന് സംവരണം നൽകാൻ രാഷ്ട്രം തീരുമാനിച്ചത്. ഈ റിസർവേഷനെ സബ്സ്റ്റാൻഷ്യൽ ഇക്വാലിറ്റി എന്നാണ് പറയുന്നത്. കാര്യക്ഷമത കുറഞ്ഞവരെയും കാര്യക്ഷമത ഉള്ളവരോടൊപ്പം എത്തിച്ച് സമന്മാരാക്കുന്നതിനുള്ള ഉദ്യമം. സ്കെഡ്യൂൾഡ് കാസ്റ്റ്, സ്കെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങളിലാണ് ആദ്യമായി സംവരണം കൊണ്ടുവരുന്നത്. 1950 പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെയാണ് ഇത് സാധ്യമായത്. ഇത് സ്വാതന്ത്ര്യാനന്തരം 10 വർഷത്തേക്കാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴും ജാതി സംവരണം നിലനിൽക്കുകയാണ് എന്ന് നമുക്കറിയാം. ഈ ജാതി സംവരണത്തിന്റെ ഗുണഫലങ്ങൾ കരസ്ഥമാക്കിയവർ തന്നെ വീണ്ടും വീണ്ടും അതേ കോട്ടയിലെ ബെനിഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു പവർ ഗ്രൂപ്പായി ആ വിഭാഗത്തിലെ അവശതയുള്ളവരുടെ ആനുകൂല്യങ്ങൾ കൂടി അനർഹമായി തട്ടിയെടുക്കുന്നു എന്നാണ് കോടതി കണ്ടെത്തിയത്. ഈ വിഷയം മുൻപും പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പുകളൊന്നും ഇതിൽ നയപരമായ തീരുമാനം കൈക്കൊള്ളാതെ അവശ്യ വിഭാഗങ്ങളെ തഴയുകയാണ് ചെയ്തത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ ഇത് നിയമമാകുകയാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് ഈ സബ് ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടത്. ഇങ്ങനെ സബ് ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടുന്നുവെന്ന് കണ്ടറിയണം. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സുപ്രീം കോടതി പറയുന്നു, നമ്മുടെ രാജ്യത്ത് ജാതിയോ ജാതി വ്യവസ്ഥയോ നിലവിലില്ല. ജാതിയും ജാതി ശ്രേണിയും ജാതി വ്യവസ്ഥയും ഭരണഘടന തന്നെ തുടച്ചു നീക്കിയതാണ്. The country has moved into a casteless society എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനൊരു എക്സെപ്ഷനാണ് SC/ST OBC വിഭാഗങ്ങൾക്കുള്ള സംവരണം. ഇവിടെ 1950 മുൻപുള്ള ജാതി സ്ഥിതി പരിശോധിക്കാറുണ്ട്.
അപേക്ഷകരുടെ പൂർവികരുടെ ജാതിസ്ഥിതിയിലേക്കാണ് അന്വേഷകർ നോക്കുന്നത്. ഇത് പൂർണ്ണമായ ഒരു രീതി അല്ലെന്നും അത് അവസാനിപ്പിക്കേണ്ടതാണെന്നും അപ്പെക്സ് കോടതി പറയാതെ പറയുന്നുണ്ട്. ജാതി സംവരണം ഉപേക്ഷിച്ച് സാമ്പത്തിക സംവരണത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന അഭിപ്രായത്തിലാണ് കോടതി എത്തിച്ചേരുന്നത്. ഒരാളുടെ എക്കണോമിക് ഓർ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്, സാമ്പത്തിക സ്ഥിതി, സ്റ്റാറ്റസ് ഓഫ് ലിവിംഗ്, ജീവിത നിലവാരം, താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതായത് ഗ്രാമമാണോ, മുനിസിപ്പാലിറ്റിയാണോ, നഗരമാണോ, മെട്രോ നഗരമാണോ, ഇങ്ങനെ അയാൾ പ്രയോജനപ്പെടുത്തുന്ന ഫെസിലിറ്റികളെ അടിസ്ഥാനമാക്കിയുള്ള മാനദണ്ഡങ്ങളാണ് റിസർവേഷന് അടിസ്ഥാനമാക്കേണ്ടത്. റിസർവേഷൻ നൽകുമ്പോൾ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ഒരു ഫാമിലിയിലെ മെമ്പർമാർക്ക് ഒരു തലമുറയിൽ മാത്രം സംവരണം അനുവദിക്കണം എന്നാണ്. ആദ്യ തലമുറ സംവരണത്തിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ന്യായമായും അടുത്ത ജനറേഷൻകാർക്ക് സംവരണത്തിന് അർഹതയുണ്ടാകാൻ പാടില്ല. അവർ പരിപൂർണമായി റിസർവേഷന് പുറത്തു പോകും. അത്തരക്കാർ പിന്നീട് ജനറൽ കാറ്റഗറിക്കൊപ്പം വന്ന് റിസർവേഷൻ ആവശ്യപ്പെടുന്നതും കർശനമായി തടയുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണം എന്ന് പറയുന്നുണ്ട്. അതായത് ജനറൽ കാറ്റഗറിയിലുള്ള സംവരണം EWS എന്ന് പറയും. അതിലേക്ക് കടന്ന് സംവരണം തട്ടിയെടുക്കാൻ നോക്കുന്നതും കർശനമായി തടയണമെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇതിപ്പോൾ കാണുന്ന ഒരു ട്രെൻഡാണ്. ഒരു സംവരണത്തിന് അർഹതയുള്ളവർ തന്നെ മതം മാറ്റം നടത്തിയോ മതം ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചോ EWS സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് കാണാറുണ്ട്. അതിനുള്ള മറുപടിയും ഈ ചരിത്രവിധിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ലക്ഷ്യങ്ങൾ സാധ്യമാക്കുന്നതിനായി SC/ST വിഭാഗത്തിൽ സബ് ക്ലാസിഫിക്കേഷൻ അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് നടത്താമെന്നും വിധിയിൽ പറയുന്നു. സുപ്രീം കോടതിയുടെ തന്നെ 2005 EV ചിന്നയ്യ വേഴ്സസ് ആന്ധ്രാപ്രദേശ് എന്ന വിധി ഇതോടെ ഓവർ റൂൾ ചെയ്യപ്പെടുകയാണ്. നിലവിൽ നോൺ ക്രിമിലെയർ EWS വിഭാഗങ്ങൾക്ക് ആസ്തി, വരുമാനം, സോഷ്യൽ സ്റ്റാറ്റസ് ഇവ കണക്കാക്കിയാണ് സംവരണം നൽകുന്നത്. ഇനി SC/ST വിഭാഗത്തിലെ സംവരണത്തിനും ഇൻകം, സോഷ്യൽ സ്റ്റാറ്റസ് ഇവ പരിഗണിക്കേണ്ടി വരും. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡീസ്.